ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BA അറബിക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് രണ്ട് കുട്ടികൾ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അറബിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ +2 ലെവൽ പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ തന്നെ ഈ ഒരു കോഴ്സിലോട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, കാരണം അറബി ഭാഷ അതിനോട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരും അറിയാവുന്നവരൊക്കെ ആണല്ലോ ഇത് പഠിച്ചിട്ട് കാര്യം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എനിവേ ഇതെന്ന് പറയുമ്പോൾ ഒരു 3 ഇയറോ അല്ലെങ്കിൽ 4 ഇയറോ ഒക്കെ വരുന്ന ഒരു ഡിഗ്രി കോഴ്സാണ് കേട്ടോ. അപ്പോൾ ഡിഗ്രി കോഴ്സ് അങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ FIGPയുടെ ഭാഗമായിട്ട് 4 ഇയറാണ് ഡിഗ്രി വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3-ാമത്തെ വർഷം നമുക്ക് പഠിച്ച് നോർമൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്തിറങ്ങാം, അതിപ്പോൾ ഏത് വിഷയമാണെങ്കിലും. ഓക്കെ, അതുപോലെ തന്നെയാണ് അറബിക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും. ഓക്കെ, വേണമെങ്കിൽ 3 ഇയർ കൊണ്ട് നിങ്ങൾക്ക് വൈൻഡപ്പ് ആക്കാം, അല്ല 4th ഇയർ കൂടി നിൽക്കുകയാണെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾക്ക് പാസ് ഔട്ടായി ഇറങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളൊരു കാര്യം, നമ്മൾ വേറെയും പല സബ്ജക്ട്സിൻ്റെയും ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. BA സോഷ്യോളജി, BA ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൂടി ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയി നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ വിഷയങ്ങൾ കൂടി അറിഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, വേണമെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് BA അറബിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ പഠിക്കേണ്ട മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറബിക് ഗ്രാമർ ഉണ്ടാവും, ലിറ്ററേച്ചർ ഉണ്ടാവും, പോയട്രി ഉണ്ടാവും, പിന്നെ എന്താണ് സ്പോക്കൺ അറബിക് ഉണ്ടാവും, അതുപോലെ തന്നെ പലതരത്തിലുള്ള അറേബ്യൻ ഹിസ്റ്ററീസ്, ഓക്കെ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് മെയിനായിട്ട് വിശദീകരിച്ച് ഈ ഒരു കോഴ്സിനകത്ത് പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ +2 ലെവൽ തന്നെയാണ്. +2 പാസ്സായിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് അറബിക്കായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ അഡ്മിഷനും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ പഠിച്ചിട്ടുള്ളവർ മാത്രം ഇതിലോട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, BA അറബിക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ജോലിപരമായിട്ട് നമുക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് സ്കോപ്പ് ഉണ്ട്, ഏതൊരു ലാംഗ്വേജിനുള്ളത് പോലെ തന്നെ ഇതിന് നമുക്ക് ട്രാൻസ്ലേറ്ററിൻ്റെയും ഇൻ്റർപ്രറ്ററിൻ്റെയും ഒക്കെ ജോബിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അതായത് ഈ ഭാഷ എന്ത് ചെയ്യുക, വിവർത്തനം ചെയ്ത് കൊടുക്കുക, വിശദീകരിച്ച് കൊടുക്കുക, അങ്ങനത്തെ ടൈപ്സ് ഓഫ് ജോബിലൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിനൊക്കെ ആയിരിക്കും കൂടുതലും അതിനൊക്കെ സാധ്യത വരുന്നുണ്ടാവും കേട്ടോ. കാരണം അറബിക്ക് അങ്ങനെ കൂടുതൽ പേര് യൂസ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് അല്ലല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ അല്ലേ കൂടുതലും അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി പ്രിഫറൻസ് വരുന്നത്. ഓക്കെ, പക്ഷേ എങ്കിലും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ജോബും BA അറബിക്ക് എടുക്കുന്നവർക്ക് പോകാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു അവസരമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, പിന്നെ പറയാൻ പറ്റുന്ന ഒരു ജോബാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് അറബിക് ടീച്ചറായിട്ട് തന്നെ സ്കൂൾ ലെവലിലോ ഒക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള സെർട്ടൺ ക്വാളിഫിക്കേഷൻസ് കൂടി വേണം. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിപ്പിക്കാൻ കാരണമെങ്കിൽ സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിരിക്കണം. അങ്ങനെയൊക്കെ കുറച്ച് ക്രൈറ്റീരിയാസ് ഓരോ ലെവലിലും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളേജ് ലെവലിൽ തന്നെ പ്രൊഫസേഴ്സായിട്ട് കയറാം. ഓക്കെ, അങ്ങനെയൊക്കെ ടീച്ചിങ് പ്രൊഫഷനും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഗ്ലോബൽ ബിസിനസ് ആൻഡ് ടൂറിസം മേഖലയിലൊക്കെ അത്യാവശ്യം ചാൻസ് ഉണ്ട്. ദെൻ ദറ്റ് ഈസ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റും അങ്ങനെയൊക്കെയുള്ള ഫീൽഡിലൊക്കെ നമുക്ക് ഈ ഒരു അറബിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെയും ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ അതിപ്പോൾ ഏത് ഡിഗ്രി വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ MSW പോലെയുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഏത് ഡിഗ്രി ഏത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ഏത് വിഷയം പഠിച്ചിട്ടുള്ളവർക്കും അങ്ങനത്തെ കോഴ്സുകൾ എടുത്ത് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജേർണലിസം പോലുള്ള കോഴ്സുകളൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള കോഴ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് അറബിക്ക് പഠിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത്രയും അത് ഇഷ്ടമുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും BA അറബിക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കരിയറിലോട്ട് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് വേറെ ഹയർ എഡ്യൂക്കേഷനായിട്ട് BA അറബിക്കിന് ശേഷം വേറെ കോഴ്സ് പഠിച്ചിട്ട് ഇത് വെച്ചിട്ടൊക്കെ വേറെ ജോലികളിലൊക്കെ എത്തപ്പെടാനുള്ള അവസരങ്ങളുമുണ്ട്. ഓക്കെ, പിന്നെ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു നല്ലൊരു ജോബാണ് കോണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അറബിക്കിലുള്ള കോണ്ടൻസും കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പല കമ്പനീസിന് വേണ്ടിയിട്ട്, വെബ്സൈറ്റിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ അവിടെയും ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം പോലുള്ള ലാംഗ്വേജുകൾക്കായിരിക്കും കുറച്ചുകൂടി അവിടെ ഒരു ഇത് വരുന്നത് കേട്ടോ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം വെച്ചിട്ട്. പക്ഷേ ഈ അറബിക് ലെവലിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അല്ലാണ്ട് എവിടെയും നമുക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ, കോണ്ടൻറ് റൈറ്റിംഗ്, ബ്ലോഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു BA അറബിക്കിന് ശേഷം. ഓക്കെ,
പിന്നെ നമ്മൾ കോമൺലി പറയുന്ന പോലെ PSC എക്സാമുകൾ, UPSC എക്സാംസ്, SSCയുടെ എക്സാം, കാരണം അതിനൊന്നും ഇന്ന ഡിഗ്രി വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സാംസൊക്കെ എഴുതി നോക്കാൻ പറ്റും. പിന്നെ എന്താണ് UPSCക്കായിട്ടൊക്കെ ആയിക്കോട്ടെ, PSC ഇതുപോലത്തെ എക്സാംസിനൊന്നും ഇപ്പോൾ അറബിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് വരുന്നില്ല, ആവശ്യം വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം. ദെൻ അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പല ഫീൽഡിലോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് കേട്ടോ ഞാൻ പറയുന്ന കാര്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ അറബിക്ക് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അതിനുശേഷം എന്താണ് ചെയ്യാനുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം അറബിക്കിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ വേറെ വിഷയങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിലൊക്കെ വേറെ വിഷയങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെയും പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വിഷയങ്ങളും നമുക്ക് ചുറ്റിനുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് ആലോചിക്കുക. ഓക്കെ, ദറ്റ് ഈസ് ഇതിന് ശേഷം എന്താണ് ചെയ്യാനുള്ളതെന്നുള്ളത്. കാരണം BA അറബിക്കിന് ശേഷം സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ വരുത്തരുത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ആലോചിച്ചിട്ട് വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാനായിട്ട്. ഓക്കെ, ദറ്റ് ഈസ് ഇപ്പോൾ BA അറബിക്കിന് ശേഷം വേറെ എന്തെങ്കിലും എക്സാംസ് ക്ലിയർ ചെയ്ത് അങ്ങനെ പോകാനാണോ, അല്ലെങ്കിൽ വേറെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്ത് അല്ലെങ്കിൽ വേറെ കോഴ്സ് എടുത്ത് പോകാനാണോ, ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, BA അറബിക്ക് എടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, മീൻസ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെയും കോഴ്സുകളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.